യെസ്, അഡ്വക്കേറ്റ് പ്രമോദ്, നേരത്തെ നമ്മുടെ രാജ്മോഹൻ സാർ പറഞ്ഞു, അതായത് പുനരന്വേഷണത്തിനുള്ള സാധ്യത അത് അദ്ദേഹം കൃത്യമായിട്ട് അത് അവതരിപ്പിക്കുകയുണ്ടായി. ശ്രീ ഷാജി പാണ്ഡ്യാല അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ പങ്കുവച്ചു. കാരണം അത് നിയമസംവിധാനത്തിൽ ഒതുങ്ങില്ല, അതിനപ്പുറത്തേക്ക് പൊതുസമൂഹം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ആരാണ് ഇയാൾ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം, അതിൻ്റെ വ്യാപ്തി വലിപ്പം ഒക്കെ കണ്ട് ഒരുപക്ഷെ സാധാരണ ജനങ്ങൾ ആ ഒരു തരത്തിൽ അതിനെ കൈകാര്യം ചെയ്യുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അഡ്വക്കേറ്റ് പ്രമോദ്, ഏത് രീതിയിലുള്ള ഒരു ഇടപെടൽ ആണ് അനിവാര്യം? കാരണം മൂന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ടും യഥാർത്ഥത്തിലുള്ള അന്വേഷണം നടന്നിട്ടില്ല. ഇതേപോലെ ഈ ചിലരെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് കേസ് അവസാനിപ്പിക്കുന്നു. അവിടെ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി ആയിട്ട് ഈ ഏജൻസികൾ മുദ്രകുത്തിയിരിക്കുന്ന ആ വ്യക്തി തന്നെയാണ് തുറന്ന് പറയുന്നത് അവരുടെ റോൾ എന്താണ്, അതിനപ്പുറത്തേക്ക് മറ്റുള്ളവർ ഏതൊക്കെ രീതിയിൽ ഇടപെട്ടു എന്ന് തുറന്നു പറഞ്ഞിട്ടും രഹസ്യമൊഴി കൊടുത്തിട്ടും ഒരു നടപടിയും അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ലെങ്കിൽ ഏത് രീതിയിൽ ഇനി ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകണം? എവിടെയാണ് അവർക്ക്, ഈ ബലിയാടാക്കപ്പെട്ടവർക്ക്, നീതി കിട്ടുക? നമ്പ്യാരെ, ഇതിൽ ഞാൻ ഷാജിയേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇന്നും വിശ്വസിക്കുന്നു സാധാരണക്കാരന്റെ അവസാന ആശ്രയം ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിയിൽ സത്യസന്ധരായ ജഡ്ജസ് ഉണ്ട്. നമ്മളിപ്പോ ശബരിമല കേസ് തന്നെ എടുത്തു നോക്കൂ. അവരല്ലേ എടുത്തൊരു അന്വേഷണ കമ്മീഷൻ മറ്റേ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയൊക്കെ വെച്ചത്. അതിലൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ലല്ലോ. രാഷ്ട്രീയക്കാർ മൂടിക്കളയാൻ നോക്കിയതിന് തിരിച്ചു കൊണ്ടുവന്ന ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിയിൽ എല്ലാവരും അത്ര മോശക്കാരല്ല, നല്ല സത്യസന്ധരായ ജഡ്ജസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിലൂടെയാണ് ഞാൻ പറയുക ഒരു സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളത്. ഇനി രണ്ടാമത് രാജ്മോഹൻ സാറ് പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ വാക്കാണ് കറക്റ്റ് വാക്ക്, ബ്ലാക്ക് ഷീപ്സ്. ഈ ഈ ചെന്നായകളെ എല്ലാം ഈ പറയുന്ന കറുത്ത കുപ്പായത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കള്ളന്മാരുണ്ട്. ഇവന്മാരല്ലാത്ത നല്ല ഉദ്യോഗസ്ഥരുണ്ട് പോലീസിൽ, അവരന്വേഷിക്കണം. നല്ല ഉദ്യോഗസ്ഥർ കസ്റ്റംസിലുണ്ട്, അവരന്വേഷിക്കണം. അതുപോലെ എന്നയിലും നല്ല ഉദ്യോഗസ്ഥരുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ പറയട്ടെ, നല്ല സത്യസന്ധരായിട്ടുള്ളവരുണ്ട്, ഒരു സംശയവും വേണ്ട. ഇവിടെ ഇനി ഇതിലെ ഏറ്റവും വലിയ കള്ളത്തരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവിടുന്ന് ഒരുപാട് നല്ല ഉദ്യോഗസ്ഥര് ഇവരുടെ രണ്ടാം ഭരണം വന്നപ്പോ നാട് വിട്ടവരുണ്ട്, ഡെപ്യൂട്ടേഷൻ മേടിച്ചു പോയവര്, അവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അവരെ പോലെയുള്ള നല്ല മിടുക്കന്മാരുണ്ട്, അവരുടെയൊക്കെ സഹായം ചോദിച്ചത് ചെയ്യണം. ഇപ്പൊ ഞാൻ നോക്കുമ്പോ കോഴിക്കോട് മിസ്റ്റർ ഷൗക്കത്ത് അലി വളരെ നല്ല ഉദ്യോഗസ്ഥൻ, ഇപ്പൊ എറണാകുളത്ത് DIG ആയിട്ട് വന്നിരിക്കുന്നു യതീഷ് ചന്ദ്ര. അപ്പൊ ഇവരെല്ലാം നല്ല നല്ല ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ഇപ്പോ കസ്റ്റംസിലും നല്ല ഉദ്യോഗസ്ഥര് തിരിച്ചു വന്നിരിക്കുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയത് കസ്റ്റംസിലും ED-യിലും ഇപ്പോ മെയിൻ ഉദ്യോഗസ്ഥർ മുഴുവൻ നോർത്ത് ഇന്ത്യൻസ് ആണ്. അവര് മലയാളികളല്ല. മലയാളികൾ വെറും ഡെപ്യൂട്ടേഷനിലുള്ള കുറച്ചു പേര് CI കാറ്റഗറിയിലുള്ളവരാണ്. അവർക്കൊന്നും ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രശ്നം എവിടെയാന്ന് പറഞ്ഞുതരാം. ഈ ഉദ്യോഗസ്ഥർക്കൊന്നും മലയാളം മുഴുവനായിട്ട് അറിയില്ല. ഇവര് മിക്കതും ഗൂഗിൾ ട്രാൻസ്ലേറ്ററും ഇതൊക്കെ വെച്ചിട്ടാണ് നോക്കണേ. അതിൽ നിന്ന് അതിനു വേണ്ടിയിട്ടാണ് ഈ സത്യസന്ധരായ ചില ഉദ്യോഗസ്ഥര് എന്നയിലൊക്കെ ഉണ്ടായിരുന്ന മലയാളി ഉദ്യോഗസ്ഥരുണ്ട് സത്യസന്ധരായ, അവരെ ഈ ടീമിലേക്ക് അത് പറ്റും. കേന്ദ്ര ഗവൺമെന്റിന് ചെയ്യാൻ പറ്റും. അതിലേക്കുള്ള ഒരു പ്രഷർ ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. ഇവിടെ കേരളത്തിൽ BJPക്ക് ഒരു ഹോപ്പ് വേണമെങ്കിൽ ഇവരുടെ അഴിമതി പുറത്തു കൊണ്ടുവരണം. രാജീവ് ചന്ദ്രശേഖർ പറയുന്ന പോലെ വികസനം മാത്രമല്ല, ഈ വികസനത്തിലേക്ക് വരണമെങ്കിൽ ഭരണം കിട്ടണം, എന്നാലേ ഉള്ളൂ. അപ്പൊ ഇവരുടെ അഴിമതികൾ, സത്യസന്ധമായ റെപ്രസെന്റേഷൻ ആ പെൺകുട്ടി ഈ പറഞ്ഞ പോലെ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൊടുത്ത് അതിലൂടെ ഒരു സ്റ്റെപ്പ് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ നവീൻ ബാബു കേസ്, നിങ്ങളൊന്ന് നോക്കുക. ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? പുതിയ ഗവൺമെന്റ് വന്നപ്പോ CBIക്ക് വിട്ടു. CBIയിലും ഡെപ്യൂട്ടേഷനിലും മലയാളികളുണ്ട്. അതൊന്നും അല്ല ഞാൻ പറയണേ. നല്ല ഉദ്യോഗസ്ഥരെ വെച്ച് ഞാൻ ജുഡീഷ്യറിയിൽ ഇന്നും വിശ്വസിക്കുന്നു സത്യസന്ധമായ ജഡ്ജസ് വന്നാൽ ഇവര് കൊടുക്കുന്ന തെളിവ്, അതായത് 164 സ്റ്റേറ്റ്മെന്റില് ഇവര് പറഞ്ഞ വിഷയം ഹൈക്കോടതിക്ക് കൃത്യമായിട്ട് കോൾ ഫോർ ചെയ്ത് പരിശോധിക്കാം. ഹൈക്കോർട്ട് ഹാസ് എ റൈറ്റ്, അവരെ ഇൻഹറന്റ് പവേഴ്സ് യൂസ് ചെയ്യാം. അത് പരിശോധിച്ചിട്ട് അതിലുണ്ടെങ്കിൽ ഹൈക്കോർട്ട് ക്യാൻ ആസ്ക് ക്വറി ടു ദ. വക്കീലെ, ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര ഏജൻസികളുടെ നിരുത്തരവാദിത്തം, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹം എന്താണ് കരുതുന്നത്? അതായത് കേന്ദ്രം ഭരിക്കുന്ന BJPയും പിണറായി വിജയന്റെ പാർട്ടിയും തമ്മിൽ ഒത്തുകളിക്കുന്നു എന്നുള്ളതാണ്.
പക്ഷേ എങ്കിലും ഇത്തരം കോൺട്രവേഴ്സ്യൽ കേസസിൽ പ്രത്യേക മോണിറ്ററിംഗ് വേണം അല്ലേ? കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തണം. എന്താണ് ഈ കേസിന്റെ അവസ്ഥ? നോക്കൂ, ഇപ്പൊ തന്നെ ലാവ്ലിൻ കേസ് എത്ര തവണയാണ് സുപ്രീം കോടതി മാറ്റിവെച്ചിരിക്കുന്നത്? ആരാ ഇതിനൊക്കെ പിന്നിൽ? ആരുടെ തലയാണ് പ്രവർത്തിക്കുന്നത്? അല്ല നമ്പ്യാരെ, ഞാൻ ഒരു കാര്യം പറയാം. ഈ കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് ഓരോ സ്റ്റേറ്റിലേക്കും മോണിറ്റർ ചെയ്യാൻ എൻഐയിലെ ഉദ്യോഗസ്ഥന് പറയാൻ പറ്റും. ദേ ഹാവ് ദെയർ ഓൺ ഡയറക്ട് പേഴ്സൺസ്. അവര് മുഖേന ഇത് നോട്ട് ചെയ്യാം. എന്റെ അഭിപ്രായത്തിൽ ഈ സ്വപ്ന സുരേഷ് റെപ്രസെന്റേഷൻ ആഭ്യന്തരമന്ത്രിക്കും കൊടുക്കണം, അതുപോലെ പ്രൈം മിനിസ്റ്റർക്കും കൊടുക്കാം. അവർക്കും ഇതിനെ ഇന്റർഫിയർ ചെയ്യാൻ, കാരണം അവരെന്ത് വന്നാലും അവര് പറഞ്ഞത് കൊണ്ടല്ലേ. എനിക്കൊരൊറ്റ ചോദ്യം, ഇവിടുത്തെ BJPയും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും ഭരിക്കുന്ന കേരളത്തിലെ പാർട്ടിയും രണ്ടു കൂട്ടരും കേരളവും ഭരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ ലേഡിയുടെ തുറന്നു പറച്ചിലാണ് ഇതിന്റെ കുറെ കള്ളക്കളികൾ പുറത്തു വരാൻ കാരണം. എന്തുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണന് സീറ്റ് കൊടുക്കാഞ്ഞത്? നിങ്ങൾ പറയൂ. കാരണം അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കും, ഉറപ്പായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടറിഞ്ഞാണ്. പിന്നെ പിണറായി വിജയൻ, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഇപ്പൊ ഒപ്പോസിഷൻ ലീഡറായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട ആരോഗ്യ പ്രശ്നമുള്ളപ്പോൾ നിൽക്കുന്നത്, ഇല്ലെങ്കിൽ ഹി വിൽ നോട്ട് ഗെറ്റ് എ പ്രൊട്ടക്ഷൻ ഈവൻ ഫ്രം ദ പാർട്ടി. നമ്പ്യാരെ, ഞാൻ പറയുന്നത് നിങ്ങളെ ഓർത്തോളൂ. കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു എക്സാമ്പിൾ പറയാണ്. 4 വർഷമായിട്ട് കേരളത്തിൽ ഈ മയക്കുമരുന്നും ഈ പറയുന്ന സ്പാ കേന്ദ്രീകരിച്ച തട്ടിപ്പുകളും എല്ലാം നടത്തുന്നതിന് പങ്കുപോയിരുന്നു. ഇവിടുത്തെ ഒരു സംസ്ഥാനത്തിന്റെ ഒരു വലിയ പോസ്റ്റിലിരിക്കുന്ന നേതാവിന്റെ മകന്റെ പോയിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്നു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വരുന്ന ജില്ലകളിൽ ഒന്ന് കാണുന്നത്, ഇപ്പൊ കേസ് പിടിക്കുന്നത് എറണാകുളമാണ്. എറണാകുളത്ത് ഇപ്പൊ കണ്ണൂർ DIG ഇപ്പൊ എറണാകുളത്ത് വന്നിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു അയാൾ BJPക്കാരായിട്ട് ഗുസ്തി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് ഈസ് എ വെരി ജെനുവിൻ ഓഫീസർ. അദ്ദേഹം സ്റ്റെപ്പ് എടുക്കണം. കാരണം അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കള്ളത്തരം വന്നാൽ ഒരു സാധാരണ സിറ്റിസണും ഒരു ഉദ്യോഗസ്ഥരും അതിന് എവിടുന്നെങ്കിലും ഒരു വിവരം കിട്ടിയാൽ ഹി ഹാസ് ടു റിയാക്ട് ഓൺ ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചു നേരം B അശോകിനെയും ഈ പ്രശാന്തിനെയും ഒരു കാര്യത്തിൽ വിഷമം പറയുന്നത്. അറ്റ്ലീസ്റ്റ് പ്രശാന്ത് ഹി എക്സ്പോസ്ഡ് ലോട്ട് ഓഫ് ദ തിങ്സ്. അദ്ദേഹം പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ ഇപ്പൊ അന്വേഷണം വരുന്നു വിചാരിക്കുന്നു. പക്ഷെ B അശോക് മറുനാടനിൽ ഇരുന്ന് പറഞ്ഞോണ്ട് ഐ ഡോണ്ട് ആക്സെപ്റ്റ്. കാരണം ഒരു IAS ഉദ്യോഗസ്ഥൻ ഇരുന്ന് പറയാണ് MM മണീനെ എങ്ങനെ കബളിപ്പിച്ച്, ഇന്ന ഉദ്യോഗസ്ഥനെ എങ്ങനെ കബളിപ്പിച്ച്, അയാൾക്ക് അതന്നെയല്ലേ സ്വപ്ന സുരേഷ് പറഞ്ഞ പോലെ അവരിന്ന് നിങ്ങളുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ മലയാളത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്ക് വരില്ലാണ്. കാരണം അത് വളച്ചൊടിക്കപ്പെടും. ഇംഗ്ലീഷിൽ പറഞ്ഞ ഇത് കേൾക്കുന്ന അന്തംഗമ്പികൾക്ക് മനസ്സിലാവില്ല. അതെന്താ കാര്യം? അതാ പ്രശ്നം പറഞ്ഞത് നമ്പ്യാരെ. സാധാരണക്കാരായിട്ടുള്ള ആളുകള്, തൊഴിലാളികളാണ് ഈ സഖാക്കള്. അവരെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ പാവങ്ങളുടെ അടുത്ത് ആ ഇംഗ്ലീഷിൽ സ്വപ്നം പറഞ്ഞാൽ അത് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുക വേറെ രീതിയിലാ. അതുകൊണ്ടാണ്, അല്ലാതല്ല. ഞാനതൊക്കെ കേട്ടു, നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ കേട്ടു. പിന്നെ ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്താ പറയുക, ഇവിടെ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഡോക്ടർ, വക്കീല്, പോലീസ്, അതായത് ജുഡീഷ്യറി, പോലീസ്, ഡോക്ടർ, ഈ 3 ഭാഗവും കള്ളത്തരം ചെയ്യാൻ പാടില്ല. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്ന ആളാ. കാരണം ഒരു കള്ള കേസ് എടുക്കുന്ന പോലീസുകാരൻ, അതുപോലെ ഒരു കേസിന് 10 കേസ് കൊടുക്കുന്ന വക്കീൽമാര്, അനാവശ്യമായിട്ട് കക്ഷികൾക്ക് ഉപദേശം കൊടുക്കുന്നത്, അതുപോലെ ഡോക്ടർമാര് ഇല്ലാത്ത മരുന്നും ടെസ്റ്റും. ഇപ്പൊ ഇന്ന് നടക്കുന്നത് എന്താ? ED ചോദ്യം ചെയ്തു ലക്ഷ്യമുള്ള 2 ഡോക്ടേഴ്സിനെ. ഇതെല്ലാം മൂടി വെച്ചിരിക്കുന്നു. ഒരു പാവം കൊല്ലത്തുള്ള ഡോക്ടർ മാത്രമാണ് ഇത് എക്സ്പോസ് ചെയ്തത്. പിന്നെ കുറച്ച് ഓൺലൈൻ മീഡിയകളും. ഞാൻ നമ്പ്യാരോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, എല്ലാം പുറത്തു കൊണ്ടുവരണം. ഈ 3 ഡിപ്പാർട്ട്മെന്റിലും കളവുണ്ടായാൽ ഈ രാജ്യത്ത് പിന്നെ അനീതി ഉണ്ടാവും. അപ്പൊ ഷാജിയേട്ടൻ പറഞ്ഞത് ശരിയാ. ഇതിലാകെ രക്ഷയുള്ളത് ജനങ്ങളുടെ പ്രക്ഷോഭമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ 3 വിഭാഗവും എല്ലാ പ്രാവശ്യവും ഞാൻ തിരിച്ചു പറയണു. ഒരു കാര്യം കൂടി നമ്പ്യാരോട് പറഞ്ഞു നിർത്തുന്നു. ഡോക്ടർമാരുടെ അസോസിയേഷൻ, പൊളിറ്റിക്കൽ അസോസിയേഷൻസ്, വക്കീൽമാരുടെ, അതായത് ജുഡീഷ്യറിയിൽ ഇപ്പൊ ജഡ്ജസിന് വന്നിരിക്കുന്നു അസോസിയേഷൻ, അത് കഴിഞ്ഞു പോലീസ് അസോസിയേഷൻ, എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്. ഭരണത്തിനനുസരിച്ച് സ്വിങ് ചെയ്യുന്നു. ഇത് പാടില്ല, ഇത് അലൗഡ് ചെയ്യാൻ പാടില്ല. അത് വരുമ്പോഴാണ് ഇപ്പൊ ജുഡീഷ്യറിയിൽ ജഡ്ജസിന് വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ കുറച്ചു പേരോടൊക്കെ അന്വേഷിച്ചു. ഞാൻ അതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് എടുത്തിട്ട് വേണം പോകാൻ. കാരണം പൊളിറ്റിക്സ് വരികയാണ്. അപ്പോഴാണ് ഷാജി സാറിനെ പോലെയുള്ളവരെ അവരിലെ വിശ്വാസം നഷ്ടപ്പെടുന്നത്. ഇപ്പൊ NIA ഉദ്യോഗസ്ഥനായിരുന്ന ആൾക്കറിയാം, കേരള പോലീസിൽ
പോലീസ് അസോസിയേഷൻ രാഷ്ട്രീയപരമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ. അപ്പൊ ഇതെല്ലാം നിർത്തലാക്കണം. Yes. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു നമ്പ്യാരെ, സമയം. കാരണം ഇത് ഒരുപാട് പേര് കാണുന്നതായോണ്ടാ. ഇപ്പോ എടുത്തൊരു സ്റ്റെപ്പ് ഹൈക്കോടതിയിലെ അത് നല്ലതല്ലേ ഷാജി ചേട്ടാ? കാരണം ഈ വക്കീൽമാരായി വരുന്നവരുടെ ക്വാളിറ്റി അത് പരിശോധിക്കണം പറഞ്ഞേ. ഗവൺമെന്റ് മാറുന്നതിനനുസരിച്ച് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോ ഒരു കളക്ടറെയും ഒരു ജില്ലാ ജഡ്ജിയുടെയും പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെയും കളക്ടറുടെയും അഭിപ്രായം വരണം. അതും കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ വിഭാഗത്തിൽ രാഷ്ട്രീയം ഒഴിവാക്കിയാൽ തന്നെ ഈ നാട് അടുത്ത നല്ലൊരു ഇതിലേക്ക് മാറും. അത് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷത്തിരിക്കുന്ന BJPയും കേന്ദ്രം ഭരിക്കുന്നു. ഇവർ ഇതിനു വേണ്ടിയാ ഫൈറ്റ് ചെയ്യേണ്ടത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ എല്ലാ വൃത്തികേടുകളും കാണിച്ചിട്ട് മാന്യനായി നടക്കുക. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികൾ പുനരന്വേഷണത്തിന് തയ്യാറാകണം ഈ കേസിൽ.